വന്നേ? ഞാനന്ന് വേളാങ്കണ്ണി മാതാവിനോടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആകെ കൺഫ്യൂഷനായിരുന്നു ലൈഫ്. അപ്പം ഞാൻ അമ്മയോടൊക്കെ ചോദിക്കാം, അമ്മേ ഈ മാതാവിൻ്റെ അമ്മ ആരാ? വേറെ നീ പോലും പഠിക്കാൻ പോകും അങ്ങനെയൊക്കെ. യേശു വരാം. അപ്പം യേശുവിനെ ഉണ്ണീശോ എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പം എനിക്ക് ഒന്നങ്ങ് മനസ്സിലാകുന്നില്ല, ഒരു ക്ലിയർ പിക്ചർ കിട്ടുന്നത്. അപ്പം അന്ന് മുതൽ യഥാർത്ഥ ദൈവം ആരാണെന്ന് ഞാൻ അന്വേഷിച്ച് നടക്കുക. വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ അവർ ഓടിക്കും. റിലേറ്റീവ്സിനോട് ചോദിച്ചാൽ നീ തൽക്കാലം ഇതൊക്കെ അറിഞ്ഞാൽ മതെന്ന് പറയും. അച്ഛന്മാരോട് ചോദിച്ചാൽ വെറുതെ കൂടുതൽ വലിയ നീ പരോഹത്തിലോട്ട് ഇടപെടണ്ടെന്ന് പറയും. അങ്ങനെ ഞാനിങ്ങനെ എന്തൊക്കെയൊക്കെ ആണെങ്കിലും ദൈവം ആരാന്ന് ഇങ്ങനെ തേടിക്കൊണ്ടിരുന്നു. അങ്ങനെയല്ല, ഫൈനലി ഞാൻ യേശുവാണ് ദൈവം എന്ന് കണ്ടുപിടിച്ചു. എല്ലാവരും ഞാൻ എന്താ ഒരു ഹെവൻലി ഫാദർ എന്ന് പറയുന്നത് തങ്കു ബ്രദറിൻ്റെ അത് ഒരു 35 വയസ്സിലെങ്ങാണ്ടാണ് കണ്ടുപിടിച്ചത്. യേശുവാണ്. അപ്പം അവിടെ പോയി ഞാൻ ജ്ഞാനസ്നാനമൊക്കെ മുങ്ങി. യേശുവാണ് ദൈവം. ഓ മൈ ഗോഡ്, യേശുവാണല്ലേ ദൈവം. അപ്പം പിന്നെ അവരുടെ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ബൈബിൾ ഫുള്ള് വായിച്ചപ്പോഴത്തേക്കും യേശു എപ്പോഴും പോയി പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു, പിതാവേ. യേശു ദൈവമാണെങ്കിൽ പിന്നെ ഏത് ദൈവത്തിനോടാണ് പ്രാർത്ഥിക്കുന്നത് അല്ലേ? പിന്നെയും കൺഫ്യൂഷൻ. ഈശ്വര, ആ ദൈവം ആരാ? അപ്പൊ പറഞ്ഞു ആ ദൈവം രണ്ടും യേശു. അപ്പൊ അവിടെയും ഇതായിപ്പോയി. കൺഫ്യൂഷൻ അങ്ങനെ. പിന്നെ ഞാനിങ്ങനെ പോയപ്പോഴാണ് ഇങ്ങനെ ഒരു നോയമ്പ് വന്നു. നോയമ്പില്ല, മുസ്ലിംസിന്റെ നോയമ്പ്. അപ്പൊ ചുമ്മാ ഞാൻ വെറുതെ ഒരു പോസ്റ്റ് ഇട്ടാ, ഹലോ ഗൈസ്, ഐ എം ആൾസോ ഗോയിങ് ടു ടേക്ക് റമദാൻ നോയമ്പ്. ചുമ്മാ വെറുതെ ഇട്ടതാ. എന്റെ അമ്മേ, എല്ലാവരും അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് എന്നൊക്കെ പറഞ്ഞു കുറേ പേര് എനിക്ക് ഖുർആനും കുറേ ബുക്കുകളൊക്കെ എനിക്ക് അയച്ചു തരുന്നു. അപ്പോൾ ഞാൻ ഇതെന്താണ്. അപ്പോൾ എനിക്ക് മുനീറുമായിട്ട് ഞാൻ പ്രണയത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വീഡിയോയിൽ സ്കൈപ്പിൽ ഇങ്ങനെ പ്രണയിച്ചൊക്കെ കണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബാത്റൂമിൽ പോകുന്നു, മുഖമൊക്കെ കഴുകുന്നു, പ്രാർത്ഥിക്കുന്നു, നിസ്കരിക്കുന്നു. ഇയാളെന്തിനാ എപ്പോഴും ഈ ബാത്റൂമിൽ പോണേ? യൂറിൻ പ്രോബ്ലം ഉണ്ടോ? ഞാൻ വിളിച്ചു, അല്ലല്ല ഇതെന്തിനാ എപ്പോഴും ഈ ബാത്റൂമിൽ പോണേ? ബാത്റൂമിൽ പോകുന്നത് ഞാൻ വുളു എടുക്കാൻ പോകുന്നു. ഞാൻ വുളു അതെന്താ വെച്ചാൽ അതെന്താ? അത് ഞങ്ങൾ 5 നേരം നിസ്കരിക്കണം. 5 നേരം നിസ്കരിക്കാം മുസ്ലിംസ്, 5 നേരവും. അപ്പം ഈ നിസ്കരിക്കുന്നതിന് മുമ്പ് കൈയും കാലും ഒക്കെ കഴുകണം. സത്യം. കാലൊക്കെ കഴുകണം. എന്നിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ മാറ്റിട്ട് നിൽക്കുന്നത്. ബൈ ദ വേ, നിങ്ങളുടെ ദൈവം ആരാ? ഞങ്ങളുടെ ദൈവം അല്ലാഹു. അള്ളാഹുവിൻ്റെ ഫോട്ടോ എവിടെ? ഇത് കാണണ്ടേ ഈ അള്ളാഹു ആരാന്ന്? അപ്പോൾ പറഞ്ഞു, അള്ളാഹു, ഞങ്ങളുടെ അള്ളാഹുവിന് ശരീരമില്ല, ഹീസ് ഇൻവിസിബിൾ. അപ്പം നിങ്ങൾ ആരോടും പ്രാർത്ഥിക്കുന്നില്ല? ആരോടും ഇല്ല. ഞങ്ങൾ എല്ലാം സൃഷ്ടിച്ച ദൈവത്തോട്, ഇതല്ല ഭൂമിയും ആകാശവും കടലും എല്ലാം സൃഷ്ടിച്ച ആ ദൈവത്തിനോടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അതായിരിക്കും ശരി, നമ്മളെ സൃഷ്ടിച്ചല്ലേ. അപ്പോൾ നിങ്ങളെങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഞാൻ കണ്ടു. പുള്ളി എന്നെ നിസ്കരിക്കുന്നു, പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ തല കൊണ്ടുപോയി ഈ നെറ്റിയെ കൊണ്ടുപോയി ഇങ്ങനെ മുട്ടിക്കുന്നു, എല്ലാം കൊണ്ടുപോയി. അയ്യോ, തല മുട്ടിക്കുന്നു, സൂപ്പർ കേട്ടോ. അപ്പോൾ പറയാം, അത് ദൈവത്തിൻ്റെ കാൽക്കലാണ് ഈ തല മുട്ടിക്കുന്നത്. അവിടെ എനിക്ക് പെട്ടെന്നൊരു ട്വിസ്റ്റായി. അയ്യോ, അപ്പോൾ ഈ അള്ളാഹു ആരാണെന്ന് ഒന്ന് പഠിച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ. അങ്ങനെ ഇരുന്നിട്ട് അങ്ങ് പഠിത്തം തുടങ്ങിയപ്പോഴാണ് എനിക്കുണ്ടായിരുന്ന ബൈബിളിലുണ്ടായിരുന്ന ഡൗട്ടുകളെല്ലാം എനിക്ക് ഈ ഖുർആൻ വായിച്ചപ്പം ക്ലിയറായി. അപ്പം ഞാൻ ശരിക്കും മനസ്സിലായി, യഥാർത്ഥ ദൈവം അശരീരിയാണ്. ഇത് തന്നെയാണ് നമ്മുടെ ഇന്ത്യക്കാരെല്ലാവരും. ഞാൻ റോമൻ കാത്തലിക്കായിരുന്നു. അപ്പൊ നമ്മുടെ ഇന്ത്യ ആദ്യമേ ഹിന്ദു മതമായിരുന്നു എല്ലാവരും. നമ്മളെല്ലാവരും ഇതുപോലെ തന്നെ ദൈവം അശരീരിയാണ് എന്നാണ് നമ്മുടെ ഭഗവത്ഗീതയിലെല്ലാം പഠിപ്പിക്കുന്നത്. ദൈവത്തിന് രൂപമില്ല, യജുർവേദത്തിൽ പറയുന്നുണ്ട്. ഇത് സംസ്കൃതത്തിൽ എഴുതി വെച്ചാൽ പിന്നെ ആൾക്കാരെങ്ങനെ പഠിക്കും? അതിനുശേഷം പലരും അവിടെ നിന്ന് കൂടിയേറി വന്നിട്ട് അവർ സൂര്യനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, പശുവിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, അങ്ങനെ. അപ്പം എനിക്കപ്പം മനസ്സിലായി, ഓക്കെ ദൈവമാണ്. അപ്പം പിന്നെ ഈ തല ഒക്കെ കവർ ചെയ്യുന്നു. ഞാനും പർദ്ദയൊക്കെ ഇട്ടു. പർദ്ദയൊക്കെ ഇട്ട് ഞാൻ നടന്നു വലിയ കഴിയുമ്പോഴത്തേക്കാണ് പിന്നെ ഞാൻ ഇന്ന് ഖുർആൻ വായിച്ചപ്പോഴത്തേക്ക് ഖുർആനകത്ത് 4:124 വാക്യത്തിൽ എന്താ പറയുന്നറിയാം? ആണോ പെണ്ണോ ആര് സത്യവിശ്വാസി ആയിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുവോ അവനാണ് സ്വർഗത്തിന് അവകാശി. അപ്പം ദൈവം അള്ളാഹു ഹൃദയത്തിലോട്ടാണ് നോക്കുന്നത്. അവൻ ആണൊന്നും നോക്കുന്നില്ല, പെണ്ണൊന്നും നോക്കുന്നില്ല. അപ്പം പിന്നെ പറഞ്ഞിടുന്ന കാര്യം ഒന്നുമില്ല. പറഞ്ഞിടുന്ന അവരവരുടെ ഇഷ്ടമാണ്. എന്ത് വസ്ത്രം ഇടണം അതൊക്കെ അവരുടെ ഇഷ്ടം, നമുക്ക് ആർക്കും ഇടപെടണ്ട. ഞാൻ ഇസ്ലാമിൻ്റെ ഇസ്ലാമെല്ലാം ശരിക്കും എല്ലാം തിരിച്ചറിഞ്ഞു. പക്ഷേ മുഹമ്മദ് നബി പഠിപ്പിച്ചതല്ല ഇപ്പം ഇസ്ലാം ഫോളോ ചെയ്യുന്നത്, അതെനിക്ക് മനസ്സിലായി. യഥാർത്ഥ ഇസ്ലാം അല്ല ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ ഇച്ചിരി ഓവറായോ എന്നൊരു സംശയമുണ്ട്. വസ്ത്രനിരത്തിലല്ല, മുഹമ്മദ് നബി പറഞ്ഞത് നമ്മൾ മുസ്ലിംസ്
എല്ലാവരുമായിട്ട് ഇടപഴകി നിൽക്കണം. അല്ലാണ്ട് ഒരു പർദ്ദ ധരിച്ച ഒരു കൂട്ടമായിട്ട് ഇങ്ങോട്ട് മാറി നിന്നിട്ട് ക്രിസ്ത്യൻസിന്റെ വീട്ടിൽ പോകാൻ പാടില്ല, ഹിന്ദുക്കളുടെ വീട്ടിൽ പോകാൻ പാടില്ല, അവരുടെ ഫുഡ് കഴിക്കാൻ പാടില്ല, അങ്ങനെ അങ്ങനെ ഓരോ ആ ചില ഉസ്താദന്മാർ അതാ പറയുന്നത്, ഇതിൻ്റെ അത് ഹറാമാണ് അവർ. ആ അത് തന്നെ. അപ്പം നമ്മുടെ മുഹമ്മദ് നബി പഠിപ്പിച്ച ഇസ്ലാം എനിക്ക് ഇപ്പോൾ ഇഷ്ടമാണ്. ഐ റെസ്പെക്ട് മുഹമ്മദ് നബി. പക്ഷെ ഐ ഡോണ്ട് റെസ്പെക്ട് ദിസ് ഉസ്താദ് പീപ്പിൾ. അത് തെറ്റാണ്. അവരിപ്പോൾ കുറേ അന്ധവിശ്വാസങ്ങൾ, അതൊക്കെ മാറ്റണം. ഇപ്പം നമുക്ക് മുഹമ്മദ് നബി പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഏത് രാജ്യത്ത് ജീവിക്കുന്നു ആ രാജ്യത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് വേണം നിങ്ങൾ ഇസ്ലാമിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ നമ്മൾ ഏത് രാജ്യമാണ്? ഇന്ത്യയുടെ സംസ്കാരം എന്തുവാ? സാരി, ചുരിദാർ, പിന്നെ എന്താണ് സംസ്കാരം? ഓണമുണ്ട്, ക്രിസ്മസ് ഉണ്ട്, റമദാനുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ എൻജോയ് ചെയ്യണം, എല്ലാവരുടെയും കൂടെ നമ്മൾ കൂടണം. അല്ലാണ്ട് ക്രിസ്മസാ എന്നാ പിന്നെ നമുക്ക് ക്രിസ്മസൊന്നും വേണ്ട, ഓണം നമ്മുടെ എല്ലാം അങ്ങനല്ല, മാറി നിൽക്കരുത്. എല്ലാവരും കൂടെ ജനങ്ങളായിട്ട് ഐക്യപ്പെട്ട് നിൽക്കാനാണ് ഞാൻ അറിഞ്ഞ സത്യം. എനിക്ക് ഇസ്ലാം ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഏകദൈവ വിശ്വാസം. ഏകദൈവം ആരെയും ആശ്രയിക്കുന്നില്ല. ഏകദൈവത്തിന് ഭാര്യയില്ല, ഏകദൈവത്തിന് മക്കളില്ല. അതാണ് എനിക്കിഷ്ടം. പിന്നെ നമ്മളെ പോലെ മനുഷ്യന്മാരെ പോലെ ഏകദൈവത്തിന് വിശക്കത്തില്ല, ഏകദൈവം ഉറങ്ങത്തില്ല. മനസ്സിലായോ? ഞാൻ ആ ദൈവത്തെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെനിക്കിഷ്ടമായി. പക്ഷെ ഞാൻ ജനിച്ചത് ഞാൻ കത്തോലിക്ക ആയതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടുകാരുടെ അവരുടെ കൂടെ ഒരു ഇതിനു വേണ്ടി പോകണം, ഹാപ്പിയായിട്ട് പോകും, അവരെ വെറുപ്പിക്കണ്ട. ഞാൻ ചെറുപ്പത്തിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് മാതാവിനോടാണ്. അപ്പോൾ അതൊരു സ്ത്രീയാണല്ലോ, സ്ത്രീ ദൈവമാണല്ലോ. അപ്പം ഞാൻ എപ്പോഴേ അവർക്ക് ദൈവം ഇതാരെ, അതെങ്ങനെ ഒരു സ്ത്രീ ദൈവമാണ്? ഞാനൊന്ന് വേളാങ്കണ്ണി മാതാവിനോടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആകെ കൺഫ്യൂഷനായിരുന്നു ലൈഫ്. അപ്പം ഞാൻ അമ്മയോടൊക്കെ ചോദിക്കാം, അമ്മേ ഈ മാതാവിൻ്റെ അമ്മ ഏതാ? വേറെ നീ പോലും പഠിക്കാൻ പോകും അങ്ങനെ.